മണിയമ്പിള്ള രാജു, വി.എസ്. ചന്ദ്രശേഖരൻ എന്നിവരുടെ മുൻകൂർ ജാമ്യ ഹർജിയിലും നാളെ വാദം തുടരും. ഇടവേള ബാബുവും മുൻകൂർ ജാമ്യ ഹർജി നൽകി. ഈ ഹർജിയും നാളെ പരിഗണിക്കും. ഉമേഷ് ഉണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ഉമേഷ്, ഇതൊക്കെ എപ്പോഴാകും പരിഗണിക്കുക? അടച്ചിട്ട മുറിയിലാണോ? എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? ബിനു, എം മുകേഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് ആദ്യം കോടതിയുടെ പരിഗണനയിൽ വന്നത്. മുൻകൂർ ജാമ്യാപേക്ഷ അടച്ചിട്ട മുറിയിലാണ് വാദം കേട്ടത്. ഇത് കൂടാതെ മുകേഷിന്റെ കൂടാതെ ഒപ്പം അഡ്വക്കേറ്റ് കോൺഗ്രസ് നേതാവ് വി.എസ്. ചന്ദ്രശേഖരൻ, മണിയമ്പിള്ള രാജു അടക്കമുള്ളവരും മുൻകൂർ ജാമ്യാപേക്ഷയുമായി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിച്ചിരുന്നു. മൂവരുടെയും ഒരുമിച്ചാണ് ഇന്ന് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ അടച്ചിട്ട മുറിയിൽ രഹസ്യവാദം കേട്ടത്. അതേസമയം തന്നെ ഇടവേള ബാബുവും ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നു. ഈ മുൻകൂർ ജാമ്യാപേക്ഷ നാളെ ആയിരിക്കും കോടതി പരിഗണിക്കുക. ഒപ്പം മുകേഷ് അടക്കമുള്ളവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിലെ വാദം നാളെയും തുടരും. അതായത് 4 പേരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം നാളെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ തുടരും. യെസ്, ഉമേഷാണ് വിശദാംശങ്ങൾ നൽകിയത്.